അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമം ഈ പ്രത്യേക വേളയിലും വാഴ്ത്തപ്പെടട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നമ്മെ തൻ്റെ തിരുച്ചിറകടിയിൽ അത്ഭുതകരമായി മറയ്ക്കുന്ന, തൻ്റെ ശക്തിയേറിയ കരങ്ങളിൽ നമ്മെ വഹിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെത്താൻ അർപ്പിച്ച പിതാവായ ദൈവത്തിന് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ദൈവപുത്രന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു. വീണ്ടും നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പഠനത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘദിവസങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചു വന്നത്. ഏറ്റവും ഒടുവിൽ 2 ദിവസങ്ങൾ നാം നോക്കിയത് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എന്ത് എന്നുള്ളതായിരുന്നു. അഥവാ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം എങ്ങനെ നമ്മെ ശിക്ഷിക്കും, എന്ത് ശിക്ഷയാണ് നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളത് എന്ന ചിന്തയായിരുന്നു, എന്ന പഠനമായിരുന്നു നമ്മൾ നടത്തിയത്. അതിൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദൈവം 3 തരത്തിലാണ് ശിക്ഷിക്കുവാൻ ദൈവവചനത്തിൽ സാധ്യത കാണുന്നത്. 1, സ്നേഹത്തോടെയുള്ള ബാലശിക്ഷ. 2, ന്യായത്തോടെയുള്ള അടി. അല്പസമയത്തേക്ക് ദൈവം മുഖം തിരിച്ചു കളയും, പക്ഷേ സദാകാലത്തേക്കുമായി മുടിച്ചു കളയത്തില്ല. ഇത് രണ്ടിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാത്ത പക്ഷം ദൈവം നമ്മെ പാപങ്ങളിൽ തള്ളിക്കളയുന്നു, എന്നിട്ട് തൻ്റെ ക്രോധത്തിൽ നമ്മെ ശിക്ഷിക്കുന്നു. ക്രോധത്തിലുള്ള ശിക്ഷ ദൈവം തള്ളിക്കളഞ്ഞവർക്കുള്ളതാണ്. അത് നിത്യശിക്ഷാവിധിയാണ്. അപ്പോൾ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ ഈ 3 ശിക്ഷാ നടപടികളിൽ നിന്ന് നാം ഒഴിയത്തില്ല. അതിൽ എല്ലാവർക്കും അതിൽ ഒന്നാമത്തേത് കിട്ടിയിരിക്കും. ഒന്നാമത്തെ ശിക്ഷാ നടപടിയിലൂടെ സകലർക്കും പോയേ സാധ്യമാവൂ എന്ന് നമ്മൾ കണ്ടു. എന്നാൽ 2-ാമത്തേതും 3-ാമത്തേതും എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ആദ്യത്തേതിൽ തന്നെ ബാലശിക്ഷ കിട്ടി ദൈവത്തിങ്കിലേക്ക് ഇങ്ങ് മടങ്ങിയെത്തിയാൽ പിന്നെ അവൻ അടിയൊന്നുമില്ല. ബാലശിക്ഷകൾ സമയാസമയത്ത് തന്നുകൊണ്ടിരിക്കും. ബാലശിക്ഷകൾ സമയാസമയങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവകാലമൊക്കെയും നമുക്ക് ലഭിക്കും, നമ്മൾ തികവിലേക്ക് എത്തുന്നത് വരെ. അത് രക്ഷയെ ഗണ്യമാക്കാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മിലുള്ള അശുദ്ധികളെ മുഴുവനും നീക്കിക്കളയാൻ വേണ്ടി, നമ്മെ തികഞ്ഞവർ ആക്കേണ്ടതിന് വേണ്ടി. എന്നാൽ ആ ആദ്യത്തേതിൽ തന്നെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത് കൊണ്ടുള്ള 2-ാമത്തെയും 3-ാമത്തെയും ശിക്ഷാ നടപടികൾ നമ്മളുണ്ടാവില്ല എന്ന് കണ്ടു. എന്നാൽ ചിലർക്ക് 2-ാമത്തേതും കൂടെ കിട്ടിയെങ്കിലേ ശരിയായിട്ട് മടങ്ങി വരത്തുള്ളൂ. ചിലർ അതുകൂടെ കിട്ടിയാലും ഇരമ്യാവിലൂടെ ദൈവം പറയുന്നത് പോലെ, ഇനി ഞാൻ നിങ്ങളെ അടിച്ചിട്ട് എന്ത്,
നിങ്ങൾ അധികം അധികം പിന്മാറുകയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അടിച്ച വഴിയെ പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴിയെ അടിക്കുക, പൊക്കോ. അതാണ് പാപത്തിലേക്കുള്ള തള്ളിക്കളയൽ. അത് വളരെ ഭീകരമാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അവരെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ചിലരോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവകാലത്ത് തന്നെ ദൈവത്തിൻ്റെ ദയ അവരോടുള്ളത് തീർന്നു പോകുമെന്ന്. ചിലരോട് മരണം വരെയും ദൈവത്തിൻ്റെ മനസ്സലിവും ദൈവത്തിൻ്റെ ആത്മാവും വാദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചിലരോടുള്ള ബന്ധത്തിൽ അത് മരണത്തിന് മുമ്പ് തന്നെ എക്സ്പയർ ആകും, തീരും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആവർത്തനം വേണ്ടി വരില്ലെന്ന് കരുതുന്നു. എങ്കിലും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് വീണ്ടും പറയാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ പഠിച്ചത്. ഇനിയും വേണമെങ്കിലും അവയിൽ പഠിക്കാൻ വേറെ ഉണ്ട്. അതിനെയൊക്കെ കൂടുതൽ ഇങ്ങനെ നാര് കീറി നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ വീണ്ടും ഒത്തിരി സമയം വേണം എന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ 4 വാക്യങ്ങളിൽ ഒത്തിരി സമയം നിന്നു എന്നതിനാലും അവിടെ നിന്നും ഇന്നലെ പറഞ്ഞതുപോലെ 5 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹം. എന്നാൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നും 5-ാം വാക്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ല, അവിടെ ദൈവം തീഷ്ണതയുള്ളവനെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം സാധാരണ നമ്മൾ പറയും ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കണം എന്നൊക്കെ. ആ 2 വ്യത്യാസം ഒന്ന് പറയാമോ? നമ്മൾ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി നമ്മൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു എരിവുള്ളവരായിരിക്കുക എന്ന ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ദൈവത്തോടുള്ള ബഹുമാനം നിമിത്തം, ദൈവിക വിഷയങ്ങളിൽ ഉത്സുകരായിരിക്കുക. ഇപ്പം നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ചിലരുണ്ട് ജാതി സ്പിരിറ്റ്, സംഘടനാ സ്പിരിറ്റ് എന്നൊക്കെ ഉള്ളവർ. നമ്മുടെ ഇടയിൽ സംഘടനാ സ്പിരിറ്റ്, ജാതി സ്പിരിറ്റ് അല്ല, സംഘടനാ സ്പിരിറ്റ്. പുറമേ ആണെങ്കിൽ ജാതി സ്പിരിറ്റ് ഉണ്ട്. ബൈബിൾ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സാറ്, ഒത്തിരി തമാശയൊക്കെ പറയുന്നൊരു സാറാ. അദ്ദേഹം ഇങ്ങനെ തമാശയൊക്കെ പറയുന്ന വഴിക്ക് പറയുമായിരുന്നു, ഇപ്പം ഞങ്ങൾ ബൈബിൾ സ്കൂളിലൊക്കെ പല സഭാ സംഘടനകളിൽപ്പെട്ടവരാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, മുമ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച്, ആ വിദ്യാർത്ഥി ക്ലാസ്സിൽ വെച്ച് ഈ സാർ എന്തോ ഇങ്ങനെ തമാശയ്ക്കൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ, എൻ്റെ രക്തത്തിനകത്ത്, രക്തത്തിലെ ഓരോ കണികയിലും ഓരോ കോശത്തിലും, സംഘടനയുടെ പേരങ്ങ് പറഞ്ഞു, അത് ഞാനിവിടെ പറയുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പോട്ടെ, ഞാൻ നിൽക്കുന്ന സംഘടനയുടെ പേരങ്ങ് പറയാം. ഞാനിപ്പോൾ പറഞ്ഞെന്നിരിക്കട്ടെ, സാറേ, എൻ്റെ ചോരയിലെ ഓരോ കണികയിലും ചർച്ച് ഓഫ് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയെക്കുറിച്ച് എന്തോ തമാശയിൽ ഈ സാറ് പറഞ്ഞത് അദ്ദേഹത്തിന് അങ്ങ് കൊണ്ടു. ഇവൻ ചിലപ്പം ഭാര്യയും ഭർത്താവും 2 ഓർഗനൈസേഷനിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഭർത്താവ് തമാശയ്ക്ക് ഭാര്യയുടെ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അപ്പോഴാളിൻ്റെ നിറം അങ്ങ് മാറും. ഇതിന് സംഘടനാ സ്പിരിറ്റ് എന്ന് പറഞ്ഞേ. അതിനുവേണ്ടി ചൂരും ചൂടുമുള്ളവരായിട്ട് സിന്ദാബാദ് വിളിക്കാൻ നെഞ്ചും നെറ്റിയും കാണിച്ചിറങ്ങുന്ന ഒരു പ്രത്യേക ഉത്സാഹം
ഒരു ഊർജ്ജസ്വലത, ഇതിനെ നമുക്ക് എരിവ്, തീക്ഷ്ണത എന്നൊക്കെ വിളിക്കാം. ഇത് സംഘടനാപരമായിട്ട് ഭാര്യയും ഭർത്താവും എന്തെങ്കിലും അല്പം ഈശാപൂശ ഉണ്ടായപ്പോൾ ചിലപ്പോൾ ഭർത്താവ് ഭാര്യയുടെ അപ്പനെയോ അമ്മയോ നിന്റെ അമ്മയുടെ കൂട്ടാടി, നിന്റെ അപ്പൻ്റെ കൂട്ടാടി എന്നെങ്ങാണോ ഒന്ന് പറഞ്ഞാൽ അപ്പോഴേ ആളിന് ഭാവം, ദേ 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 എൻ്റെ വീട്ടുകാരെ പറഞ്ഞേക്കരുത്. സ്വന്തം മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ വേണ്ടി ആളിൻ്റെ രക്തം തിളയ്ക്കുന്ന ഒരവസ്ഥ കണ്ടോ? ഇത് ആ കുടുംബത്തിനു വേണ്ടിയുള്ള ആ സ്ത്രീയുടെ, ആ ഭാര്യയുടെ ഒരു തീക്ഷ്ണതയാണ്. നമ്മുടെ അകത്ത് യാതൊരു മനുഷ്യന് വേണ്ടിയും മാനുഷിക സംഘടനകൾക്ക് വേണ്ടിയും ഒന്നുമല്ല ഈ ഒരു എരിവും ഉത്സാഹവും ഒക്കെ വേണ്ടത് കർത്താവിന് വേണ്ടിയാണ്. നമ്മൾ പാട്ടുപാടും, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പടക്കുതിരയെക്കുറിച്ച്, എ ട്രെയിൻഡ് ബാറ്റിൽ ഹോഴ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എ മിലിറ്ററി ഹോഴ്സ്. അത് റിട്ടയറൊക്കെ ആയി. നമുക്കറിയാമല്ലോ, പോലീസിലെയും പട്ടാളത്തിലെയും മൃഗങ്ങൾക്ക് വരെ റിട്ടയർമെന്റ് ഉണ്ട്. ഇപ്പൊ പിന്നെ കുതിര ഉണ്ട്. പട്ടാളത്തിനൊക്കെ കുതിര ഉള്ള പട്ടാള റെജിമെന്റ്സ് ഉണ്ടെങ്കിലും, ഈവൻ കാവലറീസ് എന്ന് പേരൊക്കെ ഉണ്ടെങ്കിലും അത്ര വലിയ കുതിരപ്പടയൊന്നും ഇന്നില്ല. എന്നാൽ പട്ടാളത്തിലും പോലീസിലും ഒക്കെ ഡോഗ് സ്ക്വാഡ്സ് ഉണ്ട്, നായ്ക്കളുടെ കൂട്ടം. അവയ്ക്കുമൊക്കെ റിട്ടയർമെന്റ് ഉണ്ട്. അത് വെച്ചാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, റിട്ടയറായ ഒരു പടക്കുതിര ബാൻഡുമേളം കേട്ടാൽ അന്നേരം അത് ചെവി കൂർപ്പിക്കും, അതിൻ്റെ കുഞ്ചുരോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ട്രെയിൻഡാണത്. പട്ടാളക്കാര് അവധിക്ക് പോയാലും പിള്ളേർ കളിക്കുന്നിടത്ത് വിസിൽ കേട്ടാൽ ചിലപ്പോൾ എഴുന്നേറ്റ് അറ്റൻഷൻ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നതുപോലെ യേശു എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു സന്തോഷം, ആ നാമത്തിനു വേണ്ടി എന്തും ചെയ്യുന്നതിന് ഉള്ള താല്പര്യം, സമർപ്പണം, എന്തും നഷ്ടപ്പെടുത്തുന്നതിനുള്ള ആ വലിയ താല്പര്യം, ഇവയെല്ലാം കൂടെ ചേർത്താണ് ദൈവത്തിനു വേണ്ടിയുള്ള നമ്മുടെ എരിവെന്നോ ദൈവത്തിനു വേണ്ടിയുള്ള നമ്മുടെ തീക്ഷ്ണതയെന്നോ പറയുന്നത്. ഒരു തരത്തിലും ആ നാമത്തിനെതിരായിട്ടുള്ളതൊന്നും സഹിക്കത്തില്ല. ആ നാമത്തിന് വേണ്ടി എന്തും സഹിക്കാൻ നമ്മൾ തയ്യാറുമാവുന്ന ഒരവസ്ഥ. ഒന്നുമില്ലെങ്കിലും ആ നാമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്ന, സന്തോഷം തോന്നുന്ന, ഗർവ് തോന്നുന്ന ഒരു സ്ഥിതി. ഒരു തരത്തിലും ആ നാമം അപമാനിതമാകാൻ നാം അനുവദിക്കാതിരിക്കുന്ന സ്ഥിതി. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നതാണ് കർത്താവിനായിട്ടുള്ള നമ്മുടെ എരിവ്, നമ്മുടെ ഉത്സാഹം, നമ്മുടെ തീക്ഷ്ണത. ഇതുപോലെ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടിയും എന്ത് ചെയ്യുന്നുണ്ട്? തീക്ഷ്ണതയോടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പേരാണ് തീക്ഷ്ണൻ എന്നുള്ളത്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പേരാണ് തീക്ഷ്ണൻ എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി ദൈവം തന്നെ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നു. സ്തോത്രം. ദൈവത്തിനു വേണ്ടി മറ്റാരും ഒന്നും ചെയ്യേണ്ടതില്ല. ദൈവം തന്നെയാണ് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അതാണ് നാം നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് കാണുന്നത്. യഹോവ എന്ന പേരുമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പേര് തീക്ഷ്ണൻ എന്നുമാണ്. സ്തോത്രം. The Lord God is zealous. He is zealous for
First of all, himself, his name, his glory, his majesty, the glory which is due to him and due only to him. നമ്മുടെ ദൈവത്തിന് മാത്രം യോഗ്യമായ മഹത്വം, സ്തോത്രം. അതിനുവേണ്ടി നമ്മുടെ ദൈവം തീഷ്ണതയോടെ എരിയുന്നു, തനിക്കായിട്ട് തന്നെ. രണ്ടാമത്, സ്തോത്രം, തൻ്റെ ജനത്തിനു വേണ്ടി യെരുശലേം തുടങ്ങിയുള്ള കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തിനു വേണ്ടി, ഇസ്രായേൽ തുടങ്ങിയുള്ള തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി എന്ന് വേണ്ട, അതിനൊക്കെ വേണ്ടിയും നമ്മുടെ കർത്താവ് തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ നോ കോംപ്രമൈസ്. ദൈവത്തിൻ്റെ മഹത്വവുമായും തൻ്റെ ദൈവത്വവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവൻ ആരോടും ഒരു സമന്വയത്തിനും അനുരഞ്ജനത്തിനും അങ്ങനെയുള്ള ഒരു സന്ധിക്കും ട്രീറ്റിക്കും തയ്യാറല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ അൺകോംപ്രമൈസിങ് നേച്ചർ. ഇപ്പം തീയുടെ തീഷ്ണത എന്ന് പറയുന്നത്, തീയോട് ആരടുത്താലും വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണെങ്കിൽ അവരെ അത് കത്തിച്ചു കളയും. ഇലക്ട്രിസിറ്റി നിയമപരമായിട്ടല്ല അടുക്കുന്നതെങ്കിൽ അതവരെ നശിപ്പിക്കും. അതിനിപ്പോൾ ആരായാലും, നമ്മുടെ വീട് ചിലപ്പോൾ 3 ജനറേഷൻ തലമുറകളായിട്ട് പാർക്കുന്ന കുടുംബ തറവാട. നമ്മളാണ് തലമുറകളായി കറണ്ട് ചാർജ് കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിലെ ഇലക്ട്രിസിറ്റിയോട് നമ്മൾ നിയമപരമായിട്ട് അടുത്തില്ലെങ്കിൽ, ഇത് നമ്മുടെ തറവാട്ടിലെ ഇലക്ട്രിസിറ്റി ആണെന്നും പറഞ്ഞ് നമ്മളോട് അത് ഒരു തരത്തിലും ദയ കാണിക്കത്തില്ല. അത് അതിൻ്റെ പ്രകൃതമാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ തീയ് ഇത്രയും വർഷമായിട്ട് എന്നോട് ഇടപെടുന്ന ആൻറ്റിയ, അമ്മച്ചിയ, സഹോദരിയാണെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിലെ തീ നമ്മളോട് പ്രത്യേകിച്ച് കനിവൊന്നും കാണിക്കില്ല. ഇതാണ് അതിൻ്റെ തീഷ്ണത. ഇതുപോലെ ദൈവം തീഷ്ണൻ എന്ന് പറഞ്ഞാൽ നോ കോംപ്രമൈസ് ഇൻ റിഗാർഡ് വിത്ത് ഹിസ് ഗ്ലോറി, with his oracles, commandments, statutes, the name, his word. ദൈവത്തിൻ്റെ നാമം, മഹത്വം, ആരാധന, ദൈവത്വം, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്നിങ്ങനെയുള്ള യാതൊരു വിഷയത്തിലും ഒരു അനുരഞ്ജനവും നടത്തുന്നില്ല. ദൈവം ജ്വലനാത്മകനാണെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിൻ്റെ സാന്നിധ്യത്തോടോ വചനത്തോടോ നിയമത്തോടോ ഒക്കെ നിയമപ്രകാരമല്ലാതെ അടുത്തു വരുന്ന ഏവരോടും ദൈവത്തിൻ്റെ കൽപ്പന കാർക്കശ്യത്തോടെ
നടപ്പിലാക്കുന്ന ദൈവിക പ്രകൃതത്തെയാണ് ദൈവത്തിൻ്റെ തീക്ഷ്ണത എന്ന് വിളിക്കുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസവും സമാനതയും മനസ്സിലായോ? നമ്മൾ ദൈവത്തിനു വേണ്ടി എരിവോടെ അഭിമാനത്തോടെ നെഞ്ചും നെറ്റിയും കാണിച്ച്, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എന്തും ഏതുമായി തീരുവാൻ വേണ്ടി തയ്യാറാവുക. അതേസമയം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്നത് മനുഷ്യന്റെ പാപവുമായിട്ടുള്ള ബന്ധത്തില്ല. ദൈവം ഒരു തരത്തിലും അനുരഞ്ജനം ആരുമായും നടത്തുന്നില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മോശയായാലും അഹരോനായാലും അഭിഷേകം കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങിയ അഹരോന്റെ മക്കളായ പുരോഹിതന്മാരായാലും ആരായാലും ആരോടും ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ഇനി ദൈവത്തിന് വേണ്ടി വേറെ ആരും പോരാടേണ്ട, നമ്മുടെ ദൈവത്തിന് വേണ്ടി ദൈവം തന്നെ പ്രവർത്തിച്ചുകൊള്ളും. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിൻ്റെ പേരിൽ ആയുധങ്ങൾ എടുക്കാത്തത്. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ആയുധ പരിശീലനമൊന്നും വേണ്ട. നമ്മുടെ വാളും വടിയും കുറുവടിയും നമ്മുടെ ബോംബും നമ്മുടെ അമിട്ടും ഒന്നും വേണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറയുന്നത് കേട്ടു, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ക്രൈസ്തവ ജനസംഖ്യ. പക്ഷേ ക്രൈസ്തവർ ഇതുവരെ യാതൊരു കാര്യത്തിനു വേണ്ടിയും അന്യായത്തിൻ്റെ, അനീതിയുടെ, അക്രമത്തിൻ്റെ പാത തിരഞ്ഞെടുത്തിട്ടില്ല. ലോകമെങ്ങും അങ്ങനെ തന്നെ. കുരിശുയുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, ചരിത്രത്തിലുണ്ട്. പക്ഷെ അതൊന്നും സത്യത്തിൽ ഇതുപോലെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. കാരണം നമ്മുടെ ദൈവത്തിന് അങ്ങനെ നമ്മുടെ ആരുടെയും പ്രത്യേക സഹായം ആവശ്യമില്ല. സ്തോത്രം. ഓക്കെ, മറ്റെന്തെങ്കിലും 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ ഉള്ളതിൽ സംശയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 18 വരെയുള്ള 2-ാം ഭാഗത്തേക്ക് പോകാം. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ 2-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ചിലവഴിച്ച് അത്രയും സമയം വേണ്ടി വരില്ല. നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത പല ഭാഗങ്ങളും ചിന്തിച്ചതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇനിയും നമ്മൾ നോക്കുന്നത്. Now we turn to Hebrews chapter 2 verses from 5 to 18. This is a particular passage that deals with the humility of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ താഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ താഴ്മയെക്കുറിച്ചാണ് നാം ഈ ഭാഗങ്ങളിൽ വായിക്കുന്നത്. അതിൻ്റെ ആദ്യം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വേഴ്സ് 9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. ഇംഗ്ലീഷിലും കൂടെ വാക്യം ഒന്ന് വായിക്കാമോ? But we see him who for a little while was made lower than the angels, namely Jesus, crowned with glory and honor because of the suffering of death,
so that by the grace of God he might taste death for everyone. Jesus, who was made lower than the angels. ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. Jesus, who was made a little lower than the angels. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സുപ്രീമസി, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന നിലയിലും ദൈവം എന്ന നിലയിലും, ദൈവപുത്രൻ, ദൈവം, ഈ 2 നിലകളിൽ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയും ശ്രേഷ്ഠതയുമാണ് കണ്ടത്. അതും ദൂതന്മാരോടുള്ള ബന്ധത്തിൽ അതെടുത്തു പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ആ നാണയത്തിൻ്റെ മറുവശമാണ് ഇവിടെ 2:5 മുതൽക്ക് നാം കാണുന്നത്. അതിലെ ഒരു പ്രധാന വാക്യമാണ് 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. ദൂതന്മാരിലും ഒരൽപ്പം താഴ്ച വന്നവനായ യേശു. നമുക്കറിയാം, ഇത് യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയെക്കുറിച്ചാണ്, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീസസ് ഹ്യൂമാനിറ്റി, ഹ്യൂമിലിറ്റി ആൻഡ് ഓൾസോ ജീസസ് ഹ്യൂമിലിയേഷൻ. യേശുവിന്റെ മനുഷ്യത്വം, യേശുവിന്റെ താഴ്മ അല്ലെങ്കിൽ താഴ്ച. ഓൾസോ ദെയർ ഈസ് ഹ്യൂമിലിയേഷൻ. യേശുക്രിസ്തുവിന്റെ നിന്ദിക്കപ്പെട്ട അവസ്ഥ. എന്നാൽ ഇവിടെ പ്രധാനമായിട്ടും ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമിലിയേഷൻ, ഹ്യൂമിലിറ്റി ആണ് പറയുന്നത്, നോട്ട് ഹ്യൂമിലിയേഷൻ, ഹ്യൂമിലിറ്റി. ഈ ഭാഗത്ത് നാം പ്രധാനമായും കാണുന്നത് യേശുവിൻ്റെ മനുഷ്യത്വവും യേശുക്രിസ്തുവിൻ്റെ താഴ്മയുമാണ്. സ്തോത്രം. ഇവിടെ 5-ാം വാക്യം തൊട്ട് 8-ാമത്തെ വാക്യം വരെ നാം കാണുന്നത് മനുഷ്യനെ കുറിച്ചാണ്. 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ, Chapter 2, verses from 5 to 8 is the description about normal human beings, the Adamites. ആദാമ്യവർഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് 5 തൊട്ട് 8 വരെ. അത് പറഞ്ഞിട്ട് നേരെ അപ്പോസ്തലൻ സ്വിച്ച് ചെയ്യുന്നത്, അതങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചുവിടുന്നത് യേശുവിങ്കലേക്കാണ്. എട്ടാം വാക്യം വരെ സാധാരണ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ട് 9-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ക്രിസ്തുവിലേക്ക് എഴുത്തുകാരൻ, ലേഖകൻ തിരിച്ചുവിടുകയാണ് സംഭവത്തെ. എട്ടാം വാക്യം വരെ നാം കാണുന്നത് 8-ാം സങ്കീർത്തനത്തിലെ ഉദ്ധരണികളാണ്. വേഴ്സസ് അപ് ടു 8 or the key theme up to verse 8
ഈസ് എ quote ഫ്രം Psalm number 8. 8-ാം സങ്കീർത്തനത്തിലെ ഉദ്ധരണിയാണ് 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾക്ക് ആധാരമായിരിക്കുന്നത്. സങ്കീർത്തനം 8 നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണല്ലോ. പ്രത്യേകിച്ച് അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ, 8-ാം സങ്കീർത്തനത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ. Psalms 8 verses 4 and 5. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. സ്തോത്രം. എന്തെങ്കിലും വ്യത്യാസം സങ്കീർത്തനത്തിൽ നിന്നും എബ്രായ ലേഖനം 2-ന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചോ? ദൂതന്മാരെക്കാളും ദൈവത്തെക്കാൾ. യെസ്. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ കേട്ടല്ലോ, വായിച്ചു കേട്ടല്ലോ. ദൈവം സൃഷ്ടിച്ച അണ്ഡകടാഹത്തെ മുഴുവനും ഓർക്കുമ്പോൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, സൗരയൂഥങ്ങൾ, ഈ അഖിലാണ്ടം മുഴുവനും, സപ്തസാഗരങ്ങൾ, ആകാശം, ഭൂമി, വെള്ളം, അഞ്ചാം വാക്യത്തിൽ കണ്ടു, ഈ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. പക്ഷേ എബ്രായ ലേഖനകർത്ത പറയുന്നു ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ബൈബിളിന്റെ തെറ്റാണോ ഇത്? അല്ല. എബ്രായ ഭാഷയിൽ നിന്നുമാണ് സങ്കീർത്തനത്തിൽ വിവർത്തനം വന്നിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ അവിടെ കൊടുത്തിരിക്കുന്ന പദം you have made him lower than the Elohim എന്നാണ്. എലോഹീം എന്ന പദത്തിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. സർവശക്തി. ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എലോഹീം. എബ്രായ ഭാഷയിൽ അങ്ങനെ കൊടുത്തേക്കുന്നത് സങ്കീർത്തനത്തിൽ നിന്നുള്ള സങ്കീർത്തനം നമുക്ക് എബ്രായ ഭാഷയിൽ നിന്നുള്ള വിവർത്തനമാണ്, അതങ്ങനെ തന്നെയാണ്. എന്നാൽ ഗ്രീക്കിൽ നിന്നുള്ള വിവർത്തനമാണ് നമുക്ക് എബ്രായ ലേഖനത്തിലുള്ളത്, സെപ്റ്റ്വജിന്റിൽ നിന്നുള്ള വിവർത്തനം. അതിനകത്ത് എലോഹീം എന്ന എബ്രായ പദത്തിന് പകരം ദൂതന്മാരുടെ അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന മനുഷ്യപുത്രൻ അതാരാ? മനുഷ്യപുത്രൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആരാണെന്ന്? യേശു കർത്താവാണെന്ന്. കാരണം ഒരു മെസ്സിയാനിക് ടൈറ്റിൽ, മശിഹ നാമമാണ് മനുഷ്യപുത്രൻ. പ്രത്യേകിച്ചും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷാ കാലത്ത്
കർത്താവ് തന്നെ തനിക്കായിട്ട് ഏറ്റവും അധികം പ്രിയപ്പെട്ടുപയോഗിച്ച ടൈറ്റിൽ, ശീർഷകം മനുഷ്യപുത്രൻ എന്നതായിരുന്നു. അത് യേശുവിൻ്റെ ഒരു മശീഹൈക നാമമാണ്. അതുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് ചിന്ത വരുന്നത് യേശു ക്രിസ്തു എന്നാണ്. പക്ഷെ പഴയ നിയമത്തിൽ മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് സങ്കീർത്തനം 8:4 ഈ വാക്യത്തിന് യേശു എന്ന അർത്ഥമേ ഇല്ല. സാധാരണ മനുഷ്യൻ എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ആദാമ്യ വർഗത്തിൽപ്പെട്ടവനെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. In Hebrew, Son of Man is simply a human being, a descendant of Adam and Eve, a simple anthropos, ഒരു സാധാരണ മനുഷ്യൻ, സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന, ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ ആദിമ മനുഷ്യനായ ആദാമിൻ്റെ വംശപാരമ്പര്യപ്പെടുന്ന മനുഷ്യനെ കുറിക്കാനാണ് ഇവിടെ എബ്രായ ബൈബിളിൽ, എബ്രായ ഭാഷയിൽ മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എബ്രായ ലേഖനം 2-ാം അധ്യായം 5-8 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗയുമാണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിക്കുന്ന വിശദീകരണവുമാണ്. പലരും വാക്യങ്ങളെ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ചിന്തിക്കാറുണ്ട്. വേണ്ട, അത് സാധാരണ മനുഷ്യനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എങ്ങനെ സൃഷ്ടിച്ചു എന്ന ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കേൾക്കാമോ? ഓക്കെ. ദൈവം മനുഷ്യനെ ദൈവാപമായിട്ടാണ്, ദൂതാനുരൂപത്തിലല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവസ്വരൂപം എന്നതിനെ കുറിച്ച് വേദപഠിതാക്കൾക്കിടയിൽ ഒത്തിരി അത്രയുമൊന്നും എന്താണ് പറഞ്ഞത്, ആശയക്കുഴപ്പത്തിലാകേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ ആയിട്ട് സാധിക്കുന്നതാണ്. Yes, of course, that is the Hebrew translation. In Hebrew, it says, God made man a little lower than the Elohim. Elohim means God, not angel. So we are created, the human beings are created a little lower than not the angels, but God himself. ദൈവം, ഓക്കെ,
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ്. സ്തോത്രം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദൈവസ്വരൂപം അതെന്താണെന്ന് ഇന്ന് നമ്മൾ തൊടുന്നില്ല, ഇപ്പോൾ തൊട്ടാൽ തീരത്തില്ല. ഒക്കുന്നെങ്കിൽ നമുക്ക് നാളെയോ വല്ലതും ചിന്തിക്കാം അതിനെക്കുറിച്ച്. എന്നാൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇവിടെ എബ്രായ ലേഖന 2 നമുക്ക് മടങ്ങിയെത്താം. 5 തൊട്ട് നാം കാണുന്നത് 8 വാക്യത്തിന്റെ ആദ്യ ഭാഗം വരെ. Hebrews 2, 5 to 8a, the initial part of 8. And up to that, what we see is the original state of man created and what God initially intended the man to be. Okay? എബ്രായർ 2:5 തൊട്ട് 8 വാക്യത്തിന്റെ ആദ്യ ഭാഗം വരെ നമ്മൾ കാണുന്നത് മനുഷ്യന്റെ യഥാർത്ഥമായ ദൈവസൃഷ്ടിയിലെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. വാട്ട് ഗാഡ് ഇന്റൻഡഡ് മാൻ ടു ബി, the original creation of man, the original divine purpose and design of man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആദ്യ സമയത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചത് എന്തായിരുന്നു, ദൈവം അവനെ സൃഷ്ടിച്ചത് എങ്ങനെ, ഏതവസ്ഥയിലായിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ അർത്ഥത്തിലല്ല, ഏതവസ്ഥയിലായിരുന്നു. ഇതാണ് എബ്രായർ 2:5 തൊട്ട് 8 ആദ്യ ഭാഗം വരെ നമ്മൾ കാണുന്നത്. എന്നാൽ 8 വാക്യത്തിന്റെ 2 ഭാഗത്ത് നാം കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് കാണുന്നത്, ദ ആക്ച്വൽ കറന്റ് കണ്ടീഷൻ ഓഫ് മാൻ. ദ ആക്ച്വൽ കറന്റ് കണ്ടീഷൻ ഓഫ് മാൻ. 8 വാക്യത്തിന്റെ അവസാന ഭാഗത്ത്, 8 അവസാനം ഒന്ന് വായിച്ചാട്ടെ. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. കണ്ടോ? എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ദിസ് ഈസ് ദി ആക്ച്വൽ കറന്റ് കണ്ടീഷൻ. ഇതാണ് മനുഷ്യന്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായ അവസ്ഥ. അതിന് തൊട്ടു മുമ്പ് വരെ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആ ആദ്യത്തെ ആഗ്രഹം, ഉദ്ദേശം. സ്തോത്രം. എന്നാൽ ഒടുവിൽ പറഞ്ഞ ആ വാചകം, ആ ഒറ്റ വാചകത്തിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥ. അതുമല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ചത് ദ പോസ്റ്റ് ഫോൾ കണ്ടീഷൻ ഓഫ് മാൻ, whereas all the other up to that the pre-fall condition of man. ആ ഏറ്റവും ഒടുവിലത്തെ വാചകം വരെ, വാചകത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വാചകം, 8 വാക്യത്തിൻ്റെ ഏറ്റവും
ഒടുവിലത്തെ വാചകത്തിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുൻപ് ദൈവം അവന് വേണ്ടി ആഗ്രഹിച്ചതും അവന് നൽകിയതുമായ കാര്യങ്ങളാണ്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ആ ഒരൊറ്റ വാചകം ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യനായിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. സ്തോത്രം. എന്നിട്ട് 9-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത് 1-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി സ്രഷ്ടാവും ദൈവവും ആരാധ്യനും ദൈവത്തിൻ്റെ പുത്രനും ഒക്കെയായി ഇരുന്ന മഹത്വസമ്പൂർണനായ യേശു 2-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ കാണുന്ന വീഴ്ച വന്നുപോയ മനുഷ്യന്റെ വേഷമെടുത്ത് ആ മനുഷ്യനെ പോലെ ആയിത്തീർന്ന വിവരണമാണ് നൽകുന്നത്. മനസ്സിലായോ? ആവർത്തിക്കണോ? പറയാം. 1-ാം അധ്യായം 4 തൊട്ട് 13 വരെ നാം കാണുന്നത്, യെസ് ഓഫ് കോഴ്സ്, I will repeat in English. മലയാളത്തിൽ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. 1-ാം അധ്യായം 4 തൊട്ട് 13 വരെ, 14 വരെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 13 വരെ നാം യേശുവിനെ കാണുന്നു. എങ്ങനെ? ദൈവപുത്രനായ യേശു, ദൈവമായ യേശു, ആരാധ്യനായ യേശു, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശു, ദൈവമായ യേശു, സകലത്തെയും സൃഷ്ടിച്ചവനായ യേശു. അങ്ങനെ ഓർക്കുന്നല്ലോ, 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ ശ്രേഷ്ഠനായ യേശുവിനെ പറ്റി നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ 2-ാം അധ്യായം 5 തൊട്ട് 8 വരെ എന്താ കണ്ടത്? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീണ് കിടക്കുന്ന അവസ്ഥയാണ്. ഓക്കെ. എന്നിട്ട് എന്താ 9-ാം വാക്യം മുതൽ ലേഖകൻ പറയുന്നത്? 1-4 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞ ശ്രേഷ്ഠനായ ക്രിസ്തു ഇപ്പോൾ ആരെ പോലെയായി? 2-ാം വാക്യത്തിൽ ഒടുവിൽ പറഞ്ഞ വീണുപോയ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ നിന്ന്, ദൈവത്തിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷനിൽ നിന്ന്, ദൈവത്തിൻ്റെ ശരിയായ, ദൈവത്തിൻ്റെ തുടക്കത്തിലെ ആഗ്രഹത്തിൽ നിന്നും പദ്ധതിയിൽ നിന്നും വീഴ്ച ഭവിച്ചവനായ മനുഷ്യനോട് തുല്യനായി യേശു ജഡത്തിൽ വെളിപ്പെട്ടു. ഇത്രയും മനസ്സിലായോ? സ്തോത്രം. So what we should understand here, see, we have already seen the supremacy of Jesus Christ from chapter 1 verses from 4 following, as the Son of God, as the Creator, as the Preservator, as the Sustainer, and as God Himself, as equal to God, the supremacy of Jesus as God, as Son of God, as Creator and the Sustainer of everything. That is what we see from chapter 1 verses 4 following.
What we see in chapter 2, verses 5 to 8, it's about human beings. And 5 to 8, first part, we see what God actually intended man to be and how God originally created man. But the last part of chapter 8, verse 8, we saw what happened to him. He fell from God's original plan and intention. The fallen man. The fallen man. Fallen short of the glory of God. But what we see from 9 onwards, chapter 2, Hebrews 2, 9 onwards, see our picture about Jesus Christ in chapter 1, then our picture about human beings in chapter 2, 5 to 8. Connect them those. Connect these two things. Now that glorious Christ, who was the creator himself, who was the worshipped God, now took up the form of the fallen man, as stated in chapter 2, verses 5 to 8, and rather the last part of verse 8. Got it now? ഇപ്പം മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? Yes, Pastor. Thank you. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ ഇത്രയും? ഇല്ലെങ്കിൽ പറഞ്ഞേക്കണേ, കുഴപ്പമില്ല, ആവർത്തിക്കാം. മൗനം എന്തിനാണോ സമ്മതം. മനസ്സിലായി എന്ന് തന്നെ മനസ്സിലാക്കിക്കോട്ടെ. സ്തോത്രം. ഓക്കെ, എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം, നമ്മുടെ സമയമായല്ലോ. മൂന്നാമത്തെ കാര്യം, 10ാമത്തെ വാക്യം മുതൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നു. ഓർക്കണേ, 1ാം ഭാഗം യേശുവിന്റെ മഹത്വം, സുപ്രീമസി ഓഫ് ജീസസ്, ഗ്ലോറി ഓഫ് ജീസസ്, മാജസ്റ്റി ഓഫ് ജീസസ്. സെക്കൻഡ് പാർട്ട്, ദ ഗ്ലോറി ഓഫ് മാൻ, മനുഷ്യന്റെ മഹത്വം. എന്താ മനുഷ്യന്റെ മഹത്വം? He was created a little lower than God himself. ദൈവത്തെക്കാൾ ഒരല്പം മാത്രം താഴ്ത്തി. അതിന്റെ വിശദീകരണം നമുക്ക് നാളെ നോക്കാം. തൽക്കാലം പുറമെ നമ്മൾ സ്കെലിറ്റൻ മാത്രമേ നോക്കുന്നുള്ളൂ. അത് മനുഷ്യന്റെ മഹത്വമാണ്. The supremacy of the majesty of Jesus is in chapter 1, verses from 4. ഓക്കെ, 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ ക്രിസ്തുവിന്റെ മഹത്വം. 2-ാം അധ്യായം 5 തൊട്ട് 8-ന്റെ ആദ്യ ഭാഗം വരെ മനുഷ്യന്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് മാൻ. എന്താ മനുഷ്യന്റെ മഹത്വം? ദൈവത്തെക്കാൾ ഒരല്പം മാത്രം താഴ്ച വന്നു, അത്രേ ഉള്ളൂ. അത് മനുഷ്യന്റെ മഹത്വമാണ്. ദാറ്റ് ഈസ് ദ ഗ്ലോറി ഓഫ് മാൻ. മൂന്നാമത്, ദ ഫോൾ ഓഫ് മാൻ. ആ മഹത്വത്തിൽ നിന്ന്, അഥവാ റോമർ 3-ന്റെ 23-ാം വാക്യാടിസ്ഥാനത്തിൽ തേജസ് നഷ്ടപ്പെട്ടവനായ മനുഷ്യൻ, ദ മാൻ ഹൂ ഫെൽ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് 5 verse 8. 2 verse 8. 2-ന്റെ 8-ാം വാക്യം പറയുന്നത് ആ മഹത്വത്തിൽ നിന്ന് അല്പം വീണുപോയ, തേജസ് നഷ്ടപ്പെട്ട, മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ. 3 മനസ്സിലായല്ലോ. 4-ാമത്തേത് 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, 2-ന്റെ 9-ൽ കണ്ടു. 1-ന്റെ 4 തൊട്ടുള്ള മഹത്വവാനായിരുന്ന ക്രിസ്തു
2:8 ഒടുവിൽ പറഞ്ഞതുപോലെ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന്റെ അവസ്ഥയിൽ ജഡമെടുത്ത യേശു. ജഡമെടുത്ത യേശു. ഇനി 5-ാമത്തെ കാര്യമാണ് 10-ാം വാക്യം തൊട്ട്. 10-ാം വാക്യം തൊട്ട് എന്തിനാണ് യേശു, ഈ തേജോമയനായിരുന്ന മഹത്വവാനായിരുന്ന യേശു വീഴ്ച ഭവിച്ച മനുഷ്യന്റെ അവസ്ഥയിൽ വന്നത് എന്ന് വിശദീകരിക്കുന്നു. ദ പർപ്പസ് ഓഫ് ജീസസ് ടേക്കിംഗ് the form of this fallen man. വീഴ്ച ഭവിച്ച മനുഷ്യന്റെ രൂപം എന്തിന് ഈ മഹത്വവാനായ യേശു എടുത്തു എന്നതാണ്, അതിൻ്റെ വിശദീകരണമാണ് 10-ാം വാക്യം തൊട്ട്. The very reason and purpose of Jesus taking the form of the fallen man, വീണുപോയ മനുഷ്യന്റെ അവസ്ഥ യേശു സ്വീകരിച്ചത് എന്തിനു വേണ്ടി എന്ന കാര്യമാണ് നാം 10-ാം വാക്യം മുതൽ കാണുന്നത്. ഈ സംഗതികൾ മനസ്സിലാക്കിയാൽ 2-ാം അധ്യായം നമുക്ക് നിർത്താം. ഇത്രയും മനസ്സിലാക്കാൻ പ്രയാസം ഇല്ലായിരിക്കുമല്ലോ. സ്തോത്രം. എങ്കിൽ സമയം നമ്മുടേത് തീർന്നതുകൊണ്ട് ഇന്നിവിടെ നിർത്തിക്കോട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. അതുവരെ സ്തോത്രം, നമ്മെ വീണ്ടെടുത്ത തന്നോട് അനുരൂപരാക്കുവാൻ, നമ്മെപ്പോലെ തേജസ് നഷ്ടപ്പെട്ടവനെ പോലെ ഭൂമിയിൽ പിറന്ന ക്രിസ്തുവിനെ നമുക്കുള്ള എല്ലാം കൊണ്ടും മഹത്വപ്പെടുത്തി, താൻ നിമിത്തം, തൻ്റെ ക്രൂശ് മരണം നിമിത്തം നമുക്ക് ലഭിച്ച ശ്രേഷ്ഠതയോർത്ത് നന്ദിയുള്ളവരായി കർത്താവിനോട് കൂടെയുള്ള നിത്യതയ്ക്കായിട്ടൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.